ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കണ്ടേക്കിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്ന ഒരു ഗ്യാസ് ലൈറ്റർ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്യാസ് ലൈറ്റർ. ഇങ്ങനത്തെ ഒരു ഗ്യാസ് ലൈറ്ററാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ കടയിലൊക്കെ പോയി വാങ്ങണമെങ്കിൽ എങ്ങനെ 200 രൂപയെങ്കിലും ആവും ഒരു ഗ്യാസ് ലൈറ്റർ വാങ്ങണമെങ്കിൽ. പക്ഷേ നമ്മുടെ ഇതിനെന്ന് പറഞ്ഞാൽ വെറും 20 രൂപ പോലും മുടക്കില്ലാതെ വെറും ഒരു 19 രൂപ മാത്രം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യം വന്നുള്ളൂ. അപ്പോൾ വെറും 19 രൂപയ്ക്ക് എങ്ങനെ ഇതുപോലെ ഒരു ഗ്യാസ് ലൈറ്റർ ഉണ്ടാക്കണം നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതേപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. വാ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യം ആവശ്യം എന്ന് പറയുന്നത് ഒരു സിറിഞ്ച് കേട്ടോ. നമ്മുടെ ഇഞ്ചക്ഷൻ എന്നൊക്കെ പറയില്ല, അതാണ് സാധനം. അപ്പോൾ നമുക്കിത് ഏകദേശം 9 രൂപ ആയിട്ടുണ്ട്. നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച ഒരു സിറിഞ്ച് കേട്ടോ. നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് പൊളിക്കാം കേട്ടോ. ഇതാണ് സാധനം. നമ്മളിത് സാധാരണ ഹോസ്പിറ്റലൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇതാണ് സിറിഞ്ച് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പാർട്സൊക്കെ ഒന്ന് അഴിച്ചെടുക്കണം. അപ്പോൾ ഈ പാർട്ട് നമ്മളൊക്കെ ആവശ്യമില്ല കേട്ടോ. ഇതെന്ന് പറയുന്നത് നീഡിലാണ് ഇതിൻ്റെ. ഇത് നമുക്ക് ആവശ്യമില്ല. നമുക്കിത് തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഇതിനെ രണ്ടിനും ഇങ്ങനെ വേറെ ആക്കണം. അപ്പോൾ നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എടുക്കാൻ പോണത് ഇതുപോലെ ഒരു ലൈറ്ററാണ്, സിഗരറ്റ് ലൈറ്ററാണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിനെ കൂടെ ഒന്ന് അഴിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ കേടുവന്നൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താൽ മതി. നമുക്കിനി ഇതിനെ ഒന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഈ ഒരു സാധനം മാത്രം കേട്ടോ നമുക്ക് ആവശ്യം. കണ്ടോ, ഇതിനെന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഇഗ്നേറ്റർ എന്നൊക്കെ പറയും ഇതിന്. അപ്പോൾ ഇത് മാത്രമാണ് നമുക്ക് ആവശ്യം ഇതിൻ്റെ. നമുക്ക് ഇതും വേസ്റ്റൊക്കെ നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ഈ 3 സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിതിനെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അത് കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി ഈ ഭാഗം നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോണത് ഇതിൻ്റെ അറ്റത്ത് ഒരു വാഷറുണ്ട്, ഒരു റബ്ബറിൻ്റെ വാഷറാണ്. ഇതുകൂടെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതുകൂടെ റിമൂവ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അറ്റത്ത് നിങ്ങൾക്ക് ചെറിയൊരു എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ നിൽക്കണതാണ്, അതുകൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഗൈസ്, ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. നമുക്കിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇതുകൂടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടോ, ഈ സിറിഞ്ചിൻ്റെ ഈ ഭാഗത്തായിട്ട് ഈ മുകളിലായിട്ട് നമ്മൾ ഏകദേശം നമ്മുടെ ഈ ഇഗ്നേറ്ററിൻ്റെ ഈ ഭാഗത്തിൻ്റെ സൈസിൽ നമ്മളൊരു ഹോൾ ഉണ്ടാക്കി എടുക്കാൻ പോകുന്നു. അവിടെ നമുക്ക് ആദ്യം അതിനായിട്ട് ഇതുപോലെ ചെറിയ കമ്പി എന്തെങ്കിലും എടുക്കാം. നമ്മൾ ഈ കമ്പി എടുത്തിട്ടാണ് ഹോൾ ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ ഹോൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏകദേശം ഇതിൻ്റെ സൈസിലായിരിക്കണം ഇവിടെ ഹോൾ ഉണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ കറക്റ്റായിട്ട് ഹോൾ ഉണ്ടാക്കി എടുത്തിരിക്കാം കേട്ടോ. അതായത് ഇതിൻ്റെ സൈസിലാണ് നമ്മളിവിടെ ഹോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതിനെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വളച്ചു കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതിനെങ്ങനെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്പാർക്ക് വരുന്ന ടൈം നമ്മുടെ ഈ മെറ്റലിലോട്ട് ഈ സ്പാർക്ക് അടിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ ഇങ്ങനെ ആക്കണത്. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനുള്ളിലൂടെ നമുക്കിത് ഇറക്കി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ വലിയ ഭാഗം ഈ വലിയ ഹോളിലൂടെയും ചെറിയ ഭാഗം ചെറിയ ഹോളിലൂടെയും വരുന്ന പോലെയാണ് നമ്മളിത് ഇറക്കി കൊടുക്കാൻ പോകുന്നത് കേട്ടോ. നമുക്കിതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ആദ്യം അതൊന്ന് വൃത്തിയായി സെറ്റ് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വിരലിട്ട് ചെറുതായി പ്രസ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കാനാണ്. അതിന് ശേഷം ഇത് കണ്ടോ, ഇതിനെ നമുക്ക് ഈ മെറ്റലിലോട്ട് ഇങ്ങനെ അടുപ്പിച്ച് കൊടുക്കാം, ഈ വയറിനെ കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ സ്പാർക്ക് അടിക്കുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണം. അതിന് ശേഷം നമ്മൾ എടുക്കാൻ പോണത് ഇതുപോലെ ഒരു ഗ്ലൂ ഗണ്ണാണ് കേട്ടോ. അപ്പോൾ ഗ്ലൂ ഗണ്ണ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ കയ്യിലുള്ള ഫെവിക്കോളോ അല്ലെങ്കിൽ ഫെവിക്വിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. സോറി, ഫെവിക്കോൾ യൂസ് ചെയ്യാൻ പറ്റില്ല, ഫെവിക്വിക്ക് ആയിരിക്കും യൂസ് ചെയ്യുന്നത് നല്ലത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇതിനെ ഒന്ന് ഈ ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. നമുക്കിതുപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇത് തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്കിലിടുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇതെടുക്കാൻ പോകാം കേട്ടോ. എന്നിട്ട് ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇവിടെ കൂടെ കുറച്ച് ഫെവിക്വിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഗ്ലൂ ഉണ്ടെങ്കിൽ ഈ ഗ്ലൂ ഗണ്ണ് അതൊന്ന് ഇതുപോലെ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിനുള്ളിലോട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഈ ഭാഗത്ത് ഇത് ഒട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കയറ്റി കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഒട്ടി വരട്ടെ.
ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2 മിനിറ്റ് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്ലൂ ഒക്കെ നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും യൂസ് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ അടിക്കുമ്പോൾ തന്നെ ശരിക്കും ഇവിടെ ഇങ്ങനെ സ്പാർക്ക് ഇങ്ങനെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഈ ലൈറ്റിൽ കാണാൻ പറ്റുന്നോന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. വാ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കൊന്ന് കത്തിച്ച് നോക്കല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഗ്യാസ് ഓണാക്കാം. മായല്ല മന്ത്രമല്ല, കണ്ടോ കണ്ടോ ഗൈസ്. നമുക്കൊന്നും കൂടെ കടിച്ച് നോക്കാം. ഒന്നും കൂടെ ഓണാക്കി, കണ്ടോ ഫസ്റ്റത്തെ ഇതിൽ തന്നെ നമുക്ക് പിടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റും വരുന്നില്ല, കറക്റ്റായി പിടിക്കുന്നുണ്ട്. നോക്കിയോ, കണ്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇത് സക്സസ് ആയിട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. നിങ്ങൾ സിറിഞ്ചൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആരെങ്കിലും മേലെ ഉപയോഗിച്ച സിറിഞ്ചൊന്നും എടുത്ത് യൂസ് ചെയ്യരുത്. നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഒരു പുതിയ ഒരെണ്ണം വാങ്ങുക. അത് വെറും 9 രൂപ മാത്രമേ നമുക്ക് ചിലവുള്ളൂ കേട്ടോ. നമ്മൾ 9 രൂപയ്ക്ക് ഒരു സിറിഞ്ച് വാങ്ങിയിട്ടുണ്ട്. അതേപോലെ സിഗരറ്റ് ലൈറ്റർ നമുക്കൊരു 10 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഈ 2 സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീഡിയോ കിട്ടില്ലെങ്കിലും വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ടാറ്റാ.